ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രോതാക്കളായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ നൊയമ്പ് ആരംഭിച്ചിട്ട് ഇന്ന് 7-ാം ദിവസമാണ്. ഞായറാഴ്ച മുതൽ ഇന്ന് വരെ നാളെ പുതിയ ആഴ്ചയുടെ ആരംഭമാണ്. സഹോദരങ്ങളെ, ഓരോ ദിവസവും ഏറ്റവും അനുഗ്രഹകരമായി, ചിന്തോദീപകമായി, മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സഭ പ്രത്യേക രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗമായി പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ടത് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 17 മുതൽ 16-ാം അധ്യായം 3-ാം വാക്യം വരെയുള്ള ഭാഗമാണ്. ഏറെ സ്പർശനീയമായ വാചകം, ഏറെ ചിന്തോദീപകമായ വാചകം. അതിൻ്റെ 17-ാം വാക്യം ഒന്ന് മാറ്റി നിർത്തി താഴേക്ക് വായിച്ചാൽ 2 പ്രധാനപ്പെട്ട ലോകങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു പക്ഷേ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ചോദിച്ചതോ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതോ ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉള്ളതുമായ ഒരു ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് കൃത്യമായി യേശുക്രിസ്തു ഈ ലോകത്ത് നമുക്ക് ഇന്നത്തെ വേദഭാഗത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആളുകൾക്ക് എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് നന്മ ചെയ്താലും അതിന് തിന്മയാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ 2 ലോകങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയാണ്. 2 ലോകങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ലോകം, മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, നമ്മൾ താമസിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന വ്യവസ്ഥാപിതമായ ഈ ലോകം. ഈ ലോകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മുടെ പുറകെ വരികയും ചെയ്യും. എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായൊരു ലോകം യേശുതമ്പുരാൻ ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുകയാണ്. അത് കർത്താവിനോട് ഒപ്പമുള്ള ലോകം, കർത്താവിനെ ഇഷ്ടപ്പെടുന്ന, കർത്താവിനോട് ചേർന്നുള്ള ഒരു ലോകം. ഈ 2 ലോകങ്ങളും പരസ്പരം വൈരുദ്ധ്യങ്ങളായി നിൽക്കുകയാണ്, വിരുദ്ധമായി നിൽക്കുകയാണ്. ഈ ലോകത്തെ സ്നേഹിക്ക്, ഈ ലോകത്തെ കരുതി, ഈ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം എന്ന് പറയുന്നതിലേക്ക് വലിയ താല്പര്യം വരുന്നില്ല. എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ ലോകം എതിരായി നിൽക്കുക. വേദപുസ്തകം വളരെ വ്യക്തമായി ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക്, എനിക്ക് ഇതിൽ ഏത് ലോകമാണ് ആവശ്യം? ഈ ലോകത്തിന്റെ സ്നേഹമാണോ ആവശ്യം? ദൈവത്തിന്റെ സ്നേഹമാണോ ആവശ്യം? നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു പൂർണ്ണ വളർച്ചയാണോ ആവശ്യം? അതോ സ്വർഗരാജ്യത്തിലെത്തിയ പൂർണ്ണ വളർച്ചയാണോ ആവശ്യം? ഈ ഒറ്റ ചോദ്യം എൻ്റെ നിങ്ങളുടെ മനസ്സിൽ ഈ നൊയമ്പിൽ ഭരിച്ചാൽ ഈ നൊയമ്പ് അനുഗ്രഹകരമായി നോക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ഇതിലേതാണ് എനിക്ക് വേണ്ടത്? ഈ ലോകത്തിന്റെ വലിയ സന്തോഷങ്ങളാണോ, സ്വർഗരാജ്യത്തിൽ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലിയ സന്തോഷമാണോ? ഇതിലേതാണ് വേണ്ടത്? ഈ ലോകത്തിന് സന്തോഷമാണ് വേണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തെ ചുമ്മാതെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തെ ലോകത്തിന് മുമ്പാകെ ഞാൻ ദൈവത്തെ അറിയുന്നവനാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട വലിയ ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യം? വലിയ ലോകത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, യേശുതമ്പുരാൻ പറയുന്നു, നിങ്ങളെ ലോകം പകയ്ക്കും, നിങ്ങളെ ലോകം പകയ്ക്കും. രണ്ടാമതായിട്ട്, അവർ ദൈവത്തെ അറിയാത്തവരാണ്. ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിന്റെ സന്തോഷത്തിനും സുഖത്തിനും പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരാണ്. മൂന്നാമതായിട്ട്, അവർക്ക് പാപമെന്ന് പറയുന്ന ചിന്ത പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. പാപം എന്ത്, പാപം എന്തിന് എന്നൊക്കെയുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പാപമെന്ന് പറയുന്ന ബോധ്യമേ അവർക്കില്ല. നാലാമതായി 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു ന്യായപ്രമാണത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ അറിയണമെന്നോ പഠിക്കണമെന്നോ ചിന്തയില്ലാതെ ജീവിക്കുന്നവരാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അറിയുകയും പാപബോധത്തോടെ ന്യായപ്രമാണം പഠിച്ചും ആചരിച്ചും ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളെ ഈ ലോകം പകയ്ക്കും. അല്ല, നിങ്ങൾക്ക് ഈ ലോകത്തെയാണ് സ്നേഹിക്കേണ്ടത്, ഈ ലോകത്തിന്റെ കരുതലാണ് വേണ്ടത് എങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെ ഈ ലോകം സ്നേഹിക്കും. നിങ്ങൾ ലോകക്കാരായാൽ മതി. എവിടെ ചെന്നാലും പാമ്പിനെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ നടുതുണ്ടം തിന്ന് ദൈവത്തെ അറിയാതെ, പാപബോധമില്ലാതെ, ദൈവവചനം വായിക്കാതെ ജീവിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ കമ്പനി കൂടാൻ എത്ര പേര് വേണം? നിങ്ങളുടെ കൂടെ മദ്യപിക്കാൻ എത്ര പേര് വേണം? നിങ്ങളുടെ കൂടെ വെറിക്കൂത്തിന് എത്ര പേര് വേണം?
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ നിങ്ങളുടെ ഭവനത്തിൽ വരാൻ എത്ര പേര് വേണം? മറിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വരാൻ വളരെ ചുരുക്കം ആളുകളെ വരികയുള്ളൂ. സഹോദരങ്ങളെ, എപ്പോഴും എന്നെയും നിങ്ങളെയും ഭരിക്കട്ടെ. യേശുക്രിസ്തു ലോകത്തെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കാൽവറി ഉണ്ടാകുമായിരുന്നില്ല. ലോകത്തെ സ്നേഹിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ലോകത്തെ കരുതാത്ത സ്നേഹമല്ല ഞാൻ പറഞ്ഞത്. ലോകക്കാരനായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു അന്നത്തെ കൂട്ട ആളുകളുടെ അടുക്കൽ ചെറിയ തരികിടൻ അമ്പരമൊക്കെ കാണിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ കുരിശുമരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം പിതാവാം ദൈവത്തെ സ്നേഹിച്ചു. ലോകത്തിൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈ രണ്ട് ലോകത്തിൽ ഏത് വേണം നമുക്ക് എന്ന് തിരഞ്ഞെടുക്കാം. എന്നാൽ അതിനോട് ചേർത്ത് തന്നെ കർത്താവ് പറയുന്ന 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ തിന്മകൾ കൊണ്ട് ജീവിക്കുന്നവരെയും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയണം. നമ്മളെ എതിർക്കുന്നവരോട്, നമ്മളെ അകറ്റി നിർത്തുന്നവരെ നമുക്ക് സ്നേഹിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കൊക്കെ ഒത്തിരിയും ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. എത്ര നന്മ ചെയ്താലും എതിരെ തിന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഉത്തമമായ ഒരു നൊയമ്പ് ഈ ലോകത്തെ സ്നേഹിച്ചല്ല, ലോകക്കാരായി ജീവിച്ചല്ല, ദൈവത്തെ സ്നേഹിച്ച് ലോകത്തെ കരുതി നന്മയുള്ള ഒരു ക്രൈസ്തവരായി ജീവിക്കുവാൻ, പരിശുദ്ധ നൊയമ്പ് നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.